സംഭവ വിവരണം 4.5 സംഘം അഥവാ ദ ക്രോണിക്കിൾസ് ഓഫ് ദ 4.5 ഗ്യാങ്. കൃഷാന്ത് സംവിധാനം ചെയ്ത് സഞ്ജു ശിവറാം, ജഗദീഷ്, ഇന്ദ്രൻസ്, ദർശന രാജേന്ദ്രൻ തുടങ്ങിയവർ അഭിനയിച്ച മലയാളം ക്രൈം കോമഡി ഡ്രാമ സീരീസ് ആണിത്. ഇന്ന് ഈ സീരീസിനെ കുറിച്ച് തിരുവഞ്ചിപുരം എന്ന സ്ഥലത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ എങ്ങനെ ക്രൈമുകളുടെയും അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങളുടെയും ഇടയിൽ വന്നുപെട്ടു എന്നതിന്റെ വിവരണമാണ് 4.5 സംഘം എന്ന ഈ സീരീസ് പറയുന്നത്. പതിവ് പോലെ കൃഷാന്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള മേക്കിംഗ് ശൈലിയും കഥപറച്ചിലും തന്നെയാണ് ഇതിന്റെയും പ്രത്യേകത. അഭിനേതാക്കളുടെ നല്ല പ്രകടനവും ഒപ്പം ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രത്യേക രീതിയും ഒക്കെയും സീരീസിന്റെ പോസിറ്റീവുകളാണ്. അല്ലറ ചില്ലറ തല്ലും പിടുത്തവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടി ക്രൈം ഗ്യാങ് എന്ന രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ അതൊരു വല്ലാത്ത സൈക്കോകളുടെ കഥയായിട്ട് മാറുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണലി എനിക്കിതിലെ നായകന്മാർ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടേഴ്സിന്റെ കയ്യിലിരിപ്പിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും ഇല്ല. പക്ഷേ ഇത് പോസിറ്റീവായിട്ടുള്ള നന്മമരങ്ങളുടെ കഥയൊന്നുമല്ല, ഇതൊരു ക്രിമിനൽ ഗ്യാങ്ങിന്റെ കഥയാണ്. അതേസമയം നർമ്മം നിറഞ്ഞ കഥപറച്ചിൽ സ്റ്റൈൽ, ഒപ്പം സൗഹൃദം, പ്രണയം, ചതി, പ്രതികാരം, ആക്ഷൻ, കൂടെ നൊസ്റ്റാൾജിയ നൽകുന്ന കുറെ കാര്യങ്ങൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വിഭവസമൃദ്ധമാക്കിയാണ് കൃഷാന്ത് ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. കൊമേഴ്സ്യൽ ശൈലിയിൽ കോമഡിയും മാസ് എലമെന്റ്സോടും കൂടി അവതരിപ്പിച്ചിരിക്കുന്നതിനോടൊപ്പം തന്നെ സംവിധായകൻ അദ്ദേഹത്തിന്റേതായ കയ്യൊപ്പ് ഇതിൽ പതിപ്പിച്ചിട്ടുമുണ്ട്. പേഴ്സണലി എനിക്ക് സീരീസ് കണ്ടു കഴിഞ്ഞിട്ടും മനസ്സിൽ തങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറെ സീനുകൾ ഇതിലുണ്ടായിരുന്നു. ആ ഒരു ക്രിസ്മസ് ക്രൈം സീനാണ് എനിക്ക് കിടു എന്ന് ഫീൽ തന്നത്. അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ ലേലം സീന്, ഒരു ശബരിമല അയ്യപ്പന്മാരുടെ വണ്ടി പോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, അത് രസമായിരുന്നു. അങ്ങനെ കുറെ സീനുകൾ അത് ഭയങ്കര ഡിഫറെന്റ് ആൻഡ് യുണീക്ക് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇവർ പേരൊക്കെ സാമ്യമുള്ള രീതിയിൽ മാറ്റിയേക്കുന്നത്, ഇപ്പോ സ്ഥലപ്പേരുകൾ തിരുവനന്തപുരം തിരുവഞ്ചിപുരമാക്കി, കന്യാകുമാരി കമലാകുമാരി, തെങ്കാശി പൊങ്കാശിയോ അങ്ങനെ സിമിലർ ആയിട്ട് മാറ്റിയത്. പിന്നെ ഈ വഴിയിൽ കാണുന്ന സിനിമാ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുവരെ ഇല്ലാത്ത സിനിമകളാണ്. അവർ മാന്ത്രികർ, എന്തരോ എന്തോ, തമിഴ്നാട് കാണിക്കുമ്പോഴുള്ള സിനിമയുടെ പേര് മലർകൾ മണക്കുത്, അതുപോലെ പഴയ വനമാല സോപ്പ് പോലെ പ്രേമലത സോപ്പ്, അതൊക്കെ രസമുണ്ടായിരുന്നു. എല്ലാവരുടെയും കിടിലൻ പെർഫോമൻസുകളും ഇതിലുണ്ട്. ആദ്യം തന്നെ അരിക്കുട്ടൻ ആയിട്ട് വന്ന സഞ്ജു ശിവറാമിന്റെ പേരാണ് എടുത്തു പറയേണ്ടത്. എനിക്കൊന്നു സിനിമയേക്കാൾ പുള്ളിക്ക് സീരീസുകളിലാണ് കിടിലൻ റോളുകൾ കിട്ടുന്നതെന്ന്. നല്ല പെർഫോമൻസും ആയിരുന്നു. അതുപോലെ മണിയനായിട്ട് വന്ന ശംഭുവിന്റെ പെർഫോമൻസ് ആണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ട വേറൊന്ന്. അതുപോലെ കഞ്ഞിയായിട്ട് വന്ന ശ്രീനാഥ് ബാബു, എഴുത്തുകാരൻ മൈത്രേനായിട്ട് വന്ന ജഗദീഷ്, ഇവരൊക്കെ പൊളിയാണ്. പിന്നെ അൽത്താഫ് ആയിട്ട് വന്ന നിരഞ്ജ് മണിയമ്പിള്ള, മൂങ്ങയായിട്ട് വന്ന സച്ചിൻ ജോസഫ്, ഒപ്പം പ്രശാന്ത് അലക്സാണ്ടറും വിഷ്ണു അഗസ്തിയും. അവര് തുടക്കത്തിൽ ഒരു ചെറിയ ലാഗൊക്കെ ഫീൽ ചെയ്തിരിക്കുമ്പോഴാണ് അവര് കഥയിലേക്ക് അങ്ങോട്ട് വരുന്നത്. അപ്പൊ തൊട്ട് സംഭവം കളറായി മാറുകയാണ്. അവർ കിടുവായിരുന്നു രണ്ടുപേരും. അതുപോലെ ഇന്ദ്രൻസ് പതിവ് പോലെ തനിക്ക് കിട്ടിയ റോള് ഗംഭീരമാക്കിയിട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളിൽ രമണിയായിട്ട് വന്ന ദർശന കിടുവായിരുന്നു. സെന്തിലായിട്ട് വന്ന വിഘ്നേശ്വർ സുരേഷ്, രാഹുൽ രാജഗോപാൽ, ശാന്തി, ഷെറിൻ ഷിഹാബ്, ഹക്കീം ഷാജഹാൻ, അങ്ങനെ ഒരു കിടലൻ കാസ്റ്റിംഗ് ഇതിലുണ്ട്. ഇതിന്റെ കാസ്റ്റിംഗും ഓരോരുത്തരുടെയും പെർഫോമൻസുകളും ഇതിന്റെ വലിയ പോസിറ്റീവ് തന്നെയാണ്. ആ ഡയറക്ഷനും എഡിറ്റിംഗും കിടുവാണ്. ഒരു സംഭവം മറ്റൊരു സംഭവം ഇത് രണ്ടിനെയും കൂടി ജഗദീഷിനെ വെച്ചിട്ട് ഒറ്റ സീനിലാക്കി ഒരുമിച്ച് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടുത്തെ എഡിറ്റിംഗ് ആണെങ്കിലും ആർട്ട്, VFX എല്ലാം നൈസായിരുന്നു. പിന്നെ വിഷ്ണു പ്രഭാകറാണ് ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ് ശശികുമാർ ആണ്, കലാസംവിധാനം ഹംസയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഒരു ഓക്കെ ഫീൽ ആണ് വന്നത്. പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ കഥയിലേക്ക് ഇന്നാകാനായിട്ട് കുറച്ച് പാടായിരുന്നു, അതൊരു നെഗറ്റീവായിട്ട് തോന്നി. സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ സീരീസ് തുടങ്ങി വെച്ചതാണ് കാണാനായിട്ട്. ഫസ്റ്റ് എപ്പിസോഡിന്റെ ഒരു 30 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ നിർത്തി, മുമ്പോട്ട് നീങ്ങുന്നില്ലായിരുന്നു. സോ എനിക്ക് പേഴ്സണലി ആദ്യത്തെ ഒരു 2 എപ്പിസോഡ് അത്യാവശ്യം നല്ല മടുപ്പായിരുന്നു ഫീൽ ചെയ്തത്. അതൊന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ത്രില്ലിംഗ് ആയിട്ട് മാറുന്നുണ്ട്. സോ 3, 4, 5 എനിക്ക് പേഴ്സണലി പെട്ടെന്ന് തീർന്ന പോലെ അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് പോയതുപോലെ തോന്നി. ലാസ്റ്റ് എപ്പിസോഡും ചെറിയ ഒരു മടുപ്പ് തന്നു. ഇടയ്ക്കിടെ അത്യാവശ്യം ഇങ്ങനെ മൊത്തത്തിൽ സീരീസിന് ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ എപ്പിസോഡ് ഇവർ ഈ +2കാരെല്ലാം കണ്ടാൽ ഒരു 35 വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ റിയൽ ഏജ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലത്തെ ഡയറക്ടറും സംഘവും അഭിനയിക്കുന്ന പോർഷൻസ് ഉണ്ട്, 1 മിനിറ്റ് പോലും ഇല്ല അത്. പക്ഷേ എനിക്കത് കുറച്ച് ബോറായിട്ടാണ് ഫീൽ ചെയ്തത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിന്റെ ലെങ്തും കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് തോന്നിയത്. വേണമെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി ഒന്ന് ട്രിം ചെയ്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒരു മാക്സിമം 5 എപ്പിസോഡ് തീർക്കാമായിരുന്നു എന്ന് തോന്നി. ആകമൊത്തം ടോട്ടലിൽ ഒരു ഗംഭീര സീരീസ് ഒന്നും ഞാൻ പറയില്ല, പക്ഷെ ഇതൊരു നല്ല സീരീസ് തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ ഇത് കാണാത്ത ആൾക്കാരുടെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു സീരീസ് തന്നെയാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല. സെയിം ടൈം എല്ലാവരുടെയും ചായക്കോപ്പ അല്ല എന്ന് എനിക്ക് തോന്നി. സോണി ലിവിലാണ് ഈ സീരീസ് സ്ട്രീം ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 5 എപ്പിസോഡുകൾക്ക് 46-47 മിനിറ്റ് ഒക്കെയാണ് റൺ ടൈം. ലാസ്റ്റ് എപ്പിസോഡിന് മാത്രം 1 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ട്. 18+ ആണ് സീരീസ്. ചില അഡൽട്ട് ലാംഗ്വേജ് സീൻസ് ഒക്കെ ഉണ്ട്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.